ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ച് പ്രചാരണം ചൂട് പിടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവതീ യുവാക്കളുടെ പ്രാതിനിധ്യം, അതായത് യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം എല്ലാ കാലത്തും ചർച്ചയാകുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ പതിവായി കാണുന്നു. നിലവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവത്വം എത്രയെന്ന് ചോദിച്ചാൽ ഉത്തരം 13.5% എന്നാണ്. അതായത് 543 എംപിമാരിൽ 100 പേർ പോലും യുവാക്കളിൽ പെടുന്നില്ല. 1.5% എംപിമാർ മാത്രമാണ് 25-നും 30-നും ഇടയിൽ പ്രായമുള്ളവർ. 25-നും 40-നും ഇടയിൽ പ്രായമുള്ള എംപിമാരാകട്ടെ വെറും 12%. ഇവിടെ കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ആ കണക്ക് നമ്മളൊന്ന് അറിയണ്ടേ. LDF, UDF, NDA സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ യുവാക്കളുടെ പ്രാതിനിധ്യം എത്രയുണ്ട്? വോട്ടർമാരായ നമ്മളും അതറിയണം. അതുകൊണ്ട് ആ കണക്ക് ഞങ്ങളൊന്ന് പരിശോധിച്ചു. കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രായം, ഓരോ മണ്ഡലം തിരിച്ച് 20 ഇടങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പ്രായം നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ആദ്യം നമുക്ക് കാസർകോട്ടേക്ക് പോകാം. കാസർകോട്ടെ സ്ഥാനാർത്ഥികളുടെ പ്രായം ഇതാ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ സിറ്റിംഗ് എംപിക്ക് പ്രായം 70-ന്റെ നിറവിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. കുറച്ചുകൂടി മൂത്ത ചേട്ടനാണ് MV ബാലകൃഷ്ണൻ. CPIM-ന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്ന ഇടത് സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന് പ്രായം 74 വയസ്സ്. BJP-യുടെ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞയാൾ. ഇവരുടെയൊക്കെ ഏകദേശം പകുതി പ്രായമേ ഉള്ളൂ ML അശ്വിനി എന്ന BJP-യുടെ കാൻഡിഡേറ്റിന്. അപ്പോൾ 70, 74, 38 ഇങ്ങനെയാണ് കാസർകോട്ടെ സ്ഥാനാർത്ഥികളുടെ പ്രായം. നമുക്ക് ഇനി കണ്ണൂരിലേക്ക് വരാം. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് MP കെ സുധാകരൻ MV ജയരാജനെയും C രഘുനാഥിനെയുമാണല്ലോ നേരിടുന്നത്. അതിൽ കണ്ണൂരിലെ ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രായം എത്രയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. കണ്ണൂരിൽ കെ സുധാകരന് 70-ന്റെ നിറവിൽ നിൽക്കുകയാണ്. 75 വയസ്സായിരിക്കുകയാണ് കൃത്യം പറഞ്ഞാൽ കെ സുധാകരൻ. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ കണ്ണൂരിൽ വീണ്ടും ജനവിധി തേടുമ്പോൾ പ്രായം 75 MV ജയരാജൻ പ്രായം 63 വയസ്സാണ്. C രഘുനാഥിന്റെ പ്രായം 67. അപ്പോൾ കണ്ണൂരിലെ ചെറുപ്പക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഈ 3 പേരിൽ MV ജയരാജൻ എന്ന ജയരാജേട്ടൻ തന്നെയാണ്. അപ്പോൾ കണ്ണൂരിലെ പ്രായ പട്ടിക ഇങ്ങനെ നിൽക്കുന്നു. നമുക്ക് വടകരയിലേക്ക് വരാം. വടകരയിൽ ഒരു വലിയ മാറ്റമൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ മാറ്റത്തിൽ എങ്ങനെയാണ് പ്രായം നിൽക്കുന്നത് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ആരായിരിക്കും അവിടുത്തെ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയാണോ ഉള്ളത്? വടകരയിലെ സ്ഥാനാർത്ഥികളുടെ പ്രായം നമുക്കൊന്ന് പരിശോധിക്കാം. വടകരയിൽ ഷാഫി പറമ്പിലാണ് കോൺഗ്രസിന് വേണ്ടി അണിനിരക്കുന്നത്. KK ശൈലജ CPIM-ന് വേണ്ടിയും പ്രഫുൽ കൃഷ്ണ BJP-ക്ക് വേണ്ടിയും ഇറങ്ങുന്നു. അപ്പോൾ വടകരയിലെ സ്ഥാനാർത്ഥികളുടെ ആ പ്രായക്കണക്ക് നമുക്കൊന്ന് ലോഡ് ചെയ്തെടുക്കണം. ആ പ്രായക്കണക്ക് നോക്കൂ. യുവാക്കളുടെ ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ് വടകരയിൽ നമ്മൾ കാണുന്നത്. ഷാഫി പറമ്പിലിന് 41 വയസ്സാണ് പ്രായം. KK ശൈലജയ്ക്ക് 67 വയസ്സായി. പ്രഫുൽ കൃഷ്ണയ്ക്ക് 38. അപ്പോൾ വടകരയിലെ ചെറുപ്പക്കാരൻ BJP-യുടെ പ്രഫുൽ കൃഷ്ണയാണ്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയാണ് വടകരയിലെ ചെറുപ്പക്കാരൻ. ഷാഫിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. 3 വയസ്സിന്റെ ഒരു മൂപ്പ് പ്രഫുലിനെ അപേക്ഷിച്ച് ഉണ്ടെന്ന് മാത്രം. KK ശൈലജയാണ് ഇതിലെ മൂപ്പിൽ മുന്നിൽ നിൽക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നമുക്ക് വരാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP കുറിയിറങ്ങുന്നു. ആനി രാജ എന്ന ദേശീയ നേതാവ് മത്സരിക്കാൻ വരുന്നു. NDA-യുടെ സ്ഥാനാർത്ഥി ഇതുവരെ ആയിട്ടുമില്ല. രാഹുൽ ഗാന്ധിക്ക് പ്രായം 53 വയസ്സായിരിക്കുകയാണ്. യുവാക്കളുടെ ആശയും ആവേശവുമായ രാഹുൽ ഗാന്ധിക്ക് 53 വയസ്സായോ എന്നൊക്കെ പ്രേക്ഷകർ ഒരുപക്ഷെ തിരിച്ചു ചോദിച്ചത് വരാം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായം ഞങ്ങൾ പരിശോധിച്ചതാണ്. 53 വയസ്സായിട്ടുണ്ട്. ആനി രാജയുടെ പ്രായം 71 വയസ്സ്. പക്ഷേ പ്രായം തളർത്താത്ത പോരാട്ട വീര്യവുമായാണ് ആനി രാജ രാഹുലിനെ നേരിടാൻ വയനാട്ടിൽ എത്തുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്ഥാനാർത്ഥി വയനാട്ടിൽ ആയിട്ടുമില്ല. ഒരുപക്ഷെ ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ പ്രായമുള്ള ആളോ ആകാം. നമുക്കിനി കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട്ട് വീണ്ടും ജനവിധി തേടാൻ ഇറങ്ങുന്നു MK രാഘവൻ. കോൺഗ്രസിന്റെ സിറ്റിംഗ് MP തന്നെ അവിടെ മത്സരിക്കുകയാണ്. ഒപ്പം എളമരം കരീമും MT രമേശും. ഇതിൽ 2 പേരുടെ പ്രായം ഏകദേശം അടുത്തു നിൽക്കുകയാണ്. നോക്കൂ, MK രാഘവന് 71 വയസ്സായി. എളമരം കരീമിന് 70 വയസ്സും. MT രമേശിന് പ്രായം 51 വയസ്സ്. 51 എന്ന് പറയുമ്പോൾ മധ്യവയസ്സെന്നൊന്നും പറയാൻ കഴിയില്ല, യുവാവെന്ന് പറയാം എന്നൊക്കെ വാദിക്കുന്നവരുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പട്ടികയിലെ യുവാവ് MT രമേശ് തന്നെയാണ്. മറ്റു 2 പേർക്കും 70ഉം 71ഉം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മലപ്പുറത്തേക്ക് വരാം. മലപ്പുറത്ത് ആർക്കാണ് ചെറുപ്പം? അത് ഏറെക്കുറെ പ്രേക്ഷകർക്ക് ഇതിനകം തന്നെ കിട്ടിയ ഉത്തരമാണ്. ET മുഹമ്മദ് ബഷീറിനെ നേരിടാൻ V വസീഫും ഡോക്ടർ അബ്ദുൽ സലാമുമാണ് രംഗത്തിറങ്ങുന്നത്. ലീഗിന്റെ ETക്ക് പ്രായം 77 വയസ്സായിരിക്കുന്നു. വസീഫ് നമുക്കറിയാം DYFI നേതാവാണ്. 40 വയസ്സാണ് വസീഫിന്റെ പ്രായം. ഡോക്ടർ അബ്ദുൽ സലാം BJPക്ക് വേണ്ടി ഇറങ്ങുന്നു. അദ്ദേഹം ഒരു റിട്ടയർഡ് ഹാൻഡ് ആണെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ പ്രായം 71 വയസ്സായിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചെറുപ്പക്കാരൻ V വസീഫാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും.
ഇനി നമുക്ക് പൊന്നാനിയിലേക്ക് പോകാം. പൊന്നാനിയിലെ ആ യുവാവായി നിൽക്കുന്ന ആരായിരിക്കും എന്ന് ഏതെങ്കിലും തരത്തിൽ വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ഊഹിക്കാം. അബ്ദുസ്സമദ് സമദാനിയും KS ഹംസയും നിവേദിത സുബ്രഹ്മണ്യനും തമ്മിലാണ് അവിടെ പോരാട്ടം. പൊന്നാനിയിലെ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വനിതാ സ്ഥാനാർത്ഥി അവിടെയുണ്ട്. അബ്ദുസ്സമദ് സമദാനിക്ക് 65 വയസ്സായി. KS ഹംസ ലീഗ് വിട്ട് CPM-ലേക്ക് എത്തിയ ഹംസയ്ക്ക് 57 വയസ്സായി. നിവേദിത സുബ്രഹ്മണ്യൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. അവിടെ BJP-ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അവർക്ക് 52 വയസ്സാണ് പ്രായം. അപ്പോൾ നേരത്തെ ഒരു അനുപാതം വെച്ച് നോക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ ചെറുപ്പം നിവേദിത സുബ്രഹ്മണ്യനാണ്. പക്ഷേ അവർക്കും പ്രായം 50 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പാലക്കാട്ടേക്ക് വരാം. പാലക്കാട്ടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആർക്കാണ് ചെറുപ്പം? കോൺഗ്രസിന്റെ സിറ്റിംഗ് MP VK ശ്രീകണ്ഠൻ മത്സരിക്കുന്നുണ്ട്. ഇക്കുറിയും CPIM-ന്റെ A വിജയരാഘവൻ തിരിച്ചെത്തുന്നു. BJP-യുടെ C കൃഷ്ണകുമാർ വീണ്ടും മത്സരിക്കുന്നു. ഈ പ്രായ പട്ടിക എടുത്തു നോക്കിക്കഴിയുമ്പോൾ അതിൽ VK ശ്രീകണ്ഠൻ സിറ്റിംഗ് MP-ക്ക് പ്രായം 54, BJP-യുടെ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ പ്രായം 53. രണ്ടുപേരും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസമാണുള്ളത്. A വിജയരാഘവനാണ് ഇതിൽ പ്രായം കൊണ്ട് മൂപ്പ് 68 വയസ്സ്. താരതമ്യേന ഒരു യുവാക്കളുടെ ഒരു പോരാട്ടം, അല്ലെങ്കിൽ ഏകദേശം അടുത്ത് പ്രായം നിൽക്കുന്നവരുടെ ഒരു പോരാട്ടമാണ് നമ്മൾ പാലക്കാട്ട് കാണുന്നത്. ഇനി നമുക്ക് ആലത്തൂരിലേക്ക് വരാം. ആലത്തൂരിലും കോൺഗ്രസ് ഇക്കുറി സിറ്റിംഗ് MP-യെ മത്സരിപ്പിക്കുന്ന മണ്ഡലം തന്നെയാണ്. രമ്യ ഹരിദാസും K രാധാകൃഷ്ണനും 2 സ്ഥാനാർത്ഥികൾ മാത്രമേ ആയിട്ടുള്ളൂ. NDA-യുടെ സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിച്ചിട്ടുമില്ല. രമ്യ ഹരിദാസ് ആലത്തൂരിന്റെ പെങ്ങളൂട്ടിക്ക് പ്രായം 38 വയസ്സ്, യുവ സ്ഥാനാർത്ഥിയെന്ന് നമുക്ക് നിസ്സംശയം പറയാം. K രാധാകൃഷ്ണൻ മന്ത്രി മത്സരിക്കാനെത്തുന്നു ആലത്തൂരിലേക്ക്. അദ്ദേഹത്തിന് പ്രായം 59 വയസ്സ്. 60 വയസ്സിന് താഴെയാണ് രണ്ടുപേരുടെയും പ്രായമെന്ന് വ്യക്തം. ഇനി വടകര വിട്ട് തൃശ്ശൂരിലേക്ക് എത്തിയ K മുരളീധരൻ മത്സരിക്കുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിലേക്ക് വന്നാൽ അവിടെ എങ്ങനെയാണ് ഈ പ്രായം നിൽക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. തൃശ്ശൂരിൽ K മുരളീധരന് പ്രായം 66 വയസ്സാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രായം 66 ആണെങ്കിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, CPI-യുടെ VS സുനിൽകുമാറിന്റെ പ്രായം 56, സുരേഷ് ഗോപിക്ക് പ്രായം 65. അപ്പോൾ സുരേഷ് ഗോപിയും K മുരളീധരനും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കൂട്ടത്തിൽ ചെറുപ്പം VS സുനിൽകുമാർ എന്ന തൃശ്ശൂരിന്റെ സുനിലേട്ടനാണെന്ന് ചുരുക്കം. അപ്പോൾ നമുക്ക് ഇനി ചാലക്കുടിയിലേക്ക് വന്നാലോ. ചാലക്കുടിയിൽ സിറ്റിംഗ് MP ബെന്നി ബെഹനാൻ മത്സരിക്കുന്നുണ്ട്. C രവീന്ദ്രനാഥ് വീണ്ടും ഒരു അംഗം കുറിക്കാനായി വരുന്നുണ്ട്. KA ഉണ്ണികൃഷ്ണൻ BDJS-ന് വേണ്ടി അവിടെ രംഗത്തിറങ്ങുന്നുമുണ്ട്. ചാലക്കുടിയിലെ പ്രായക്കണക്ക്, ആ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം. ബെന്നി ബെഹനാന് പ്രായം എത്രയായി കാണും? 71 വയസ്സായി ബെന്നി ബെഹനാന്. C രവീന്ദ്രനാഥിനാകട്ടെ 68 വയസ്സ്. KA ഉണ്ണികൃഷ്ണൻ എന്ന BDJS സ്ഥാനാർത്ഥിക്ക് പ്രായം 56. ഇതിൽ BDJS സ്ഥാനാർത്ഥിക്കാണ് താരതമ്യേന പ്രായക്കുറവ്. 50 വയസ്സിന് താഴേക്ക് അവിടെയും ആരും മത്സരിക്കുന്നില്ല. എറണാകുളത്തേക്ക് വരുമ്പോഴാണ് കുറച്ചൊരു പ്രതീക്ഷയുണ്ടാക്കുന്ന ഒരു കണക്ക് തരുന്നത്. ഒരു യുവ സ്ഥാനാർത്ഥിയെ വീണ്ടും നമ്മൾ കാണാൻ പോവുകയാണ്. എറണാകുളം മണ്ഡലത്തിലേക്ക് വന്നാൽ അവിടെ NDA-യുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഹൈബി ഈഡനും KJ ഷൈനും കോൺഗ്രസിന്റെയും CPIM-ന്റെയും സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൈബി ഈഡന് പ്രായം 40 വയസ്സായി. KJ ഷൈന്റെ പ്രായം 53 വയസ്സ്. താരതമ്യേന യുവാക്കളുടെ ഒരു പോരാട്ടം എന്ന് പറയാൻ കഴിയുന്ന ഒരു മത്സരമാണ് എറണാകുളം മണ്ഡലത്തിൽ നടക്കുന്നത്. ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിലെ ആ മിടുക്കൻ ആരാണ്? അവരുടെ പ്രായം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അവിടെയും 2 സ്ഥാനാർത്ഥികളെ ആയിട്ടുള്ളൂ. BDJS അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് MP ഡീൻ കുര്യാക്കോസ് മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച MP ആയ ജോയ്സ് ജോർജുമായി തന്നെയാണ് ഏറ്റുമുട്ടൽ. അപ്പോൾ ഇത്തവണ ഇടുക്കി മാറി ചിന്തിക്കുമോ എന്ന് നോക്കുമ്പോൾ നമുക്ക് ആ പ്രായം എന്ന് പറഞ്ഞു പോകാം. ഡീൻ കുര്യാക്കോസിന് പ്രായം 42ആയി. ജോയ്സ് ജോർജിന്റെ പ്രായം 53 വയസ്സ്. താരതമ്യേന ചെറുപ്പക്കാർ അല്ലെങ്കിൽ യുവാക്കൾ എന്ന് പറയാവുന്ന 2 പേർ തന്നെയാണ് ഏറ്റുമുട്ടുന്നത്. ഡീനും ജോയ്സും. മൂന്നാമത്തെ സ്ഥാനാർത്ഥി ഇതുവരെ ഇടുക്കിയിൽ ആയിട്ടില്ല. ഇനി നമുക്ക് കോട്ടയത്തേക്ക് വരാം. കേരള കോൺഗ്രസുകളുടെ പോരാട്ടം നടക്കുന്ന കോട്ടയത്ത് ആർക്കാണ് പ്രായ കൂടുതൽ? എത്രയുണ്ട് പ്രായം? മൂന്നാമത്തെ സ്ഥാനാർത്ഥി ആയിട്ടില്ല. അത് തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്ന് കേൾക്കുന്നു. പക്ഷേ പ്രഖ്യാപനമാകാത്തതിനാൽ നമ്മൾ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. കേരള കോൺഗ്രസിന് ഫ്രാൻസിസ് ജോർജ് 68 വയസ്സായി. തോമസ് ചാഴികാടൻ സിറ്റിംഗ് MP, അദ്ദേഹത്തിന് 71 വയസ്സാണ് പ്രായം. രണ്ടുപേർ തമ്മിലുള്ള പ്രായ പരിധി അല്ലെങ്കിൽ പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് 3 വയസ്സ് മാത്രമാണ്. 68ഉം 71ഉം മധ്യവയസ്കർ തമ്മിലുള്ള ഒരു പോരാട്ടമെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കോട്ടയത്ത് നടക്കുന്നത് അതാണ്. ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ യുവാക്കൾ ആരെങ്കിലും ഉണ്ടോ? നമുക്കൊന്ന് നോക്കാം. അവരുടെ പ്രായം ഒന്ന് പരിശോധിച്ച് നോക്കാം. KC വേണുഗോപാലാണ് ഇക്കുറി കോൺഗ്രസിന് വേണ്ടി അവിടെ പോരാട്ടത്തിനിറങ്ങുന്നത്. AM ആരിഫ് സിറ്റിംഗ് MP മത്സരിക്കുന്നു. BJP-ക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രനും കളത്തിലിറങ്ങുന്ന ആലപ്പുഴയിൽ പ്രായത്തിലേക്ക് വന്നാൽ KC വേണുഗോപാലിന് 60ആയി പ്രായം. AM ആരിഫിന് 59, തൊട്ടടുത്തുണ്ട്. ശോഭാ സുരേന്ദ്രൻ 50 വയസ്സാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രായം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പട്ടികയിൽ ചെറുപ്പം ശോഭാ സുരേന്ദ്രന് തന്നെയാണ്. മറ്റവർ രണ്ടുപേരും തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് 1 വയസ്സാണ്. മാവേലിക്കര പലതവണ മത്സരിച്ച് MP ആയി തുടരുന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ സിറ്റിംഗ് സീറ്റ് മാവേലിക്കര. അതിലേക്ക് വന്നാൽ അവിടെ കൊടിക്കുന്നിൽ സുരേഷ് ഇക്കുറിയും ഇറങ്ങുന്നു. CPI-യുടെ CA അരുൺകുമാർ ഇറങ്ങുന്നു. BDJS-ന്റെ ബൈജു കലാശാല ഇറങ്ങുന്നു. നോക്കൂ, ഏറ്റവും ചെറുപ്പക്കാരൻ മത്സരിക്കുന്നത് മാവേലിക്കരയിലാണ്.
അതായത് കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് CA അരുൺകുമാറിനെ കുറിച്ചാണ്. കൊടിക്കുന്നിൽ സുരേഷിന് 61 വയസ്സായി. CA അരുൺകുമാർ CPIയുടെ സ്ഥാനാർത്ഥിക്ക് പ്രായം 34 വയസ്സ്. ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും ചെറുപ്പം, ഇതുവരെ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും ചെറുപ്പം അത് CA അരുൺകുമാർ തന്നെയാണ്. BDJS സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്ക് പ്രായം 52. നമുക്ക് ഇനി പത്തനംതിട്ടയിലേക്ക് പോകാം. മാവേലിക്കരയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അവിടെ സിറ്റിംഗ് MP ആന്റോ ആന്റണി മത്സരിക്കുന്നു. ആന്റോ ആന്റണിക്കെതിരെ CPIM ഫീൽഡ് ചെയ്തിരിക്കുന്നത് TM തോമസ് ഐസക്കിനെയാണ്. BJPക്ക് വേണ്ടി കോൺഗ്രസ് വിട്ടുവന്ന അനിൽ ആന്റണിയും മത്സരിക്കുന്നു. ഇതിൽ പ്രായമേറെക്കുറെ പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ആന്റോ ആന്റണിക്ക് 66 വയസ്സായിരിക്കുന്നു. TM തോമസ് ഐസക്കിന് 71 വയസ്സ്, അനിൽ ആന്റണിക്ക് 38 വയസ്സ്. അതിൽ 2 പേർ 65 മുകളിൽ പ്രായമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിയാണ് ഈ പട്ടികയിലെ ചെറുപ്പക്കാരനെന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി കൊല്ലത്തെ പട്ടിക നോക്കുമ്പോൾ സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ അടുത്ത ഊഴത്തിനായി ഇറങ്ങുകയാണ്. പ്രേമചന്ദ്രനെതിരെ കൊല്ലം MLA M മുകേഷാണ് CPIന് വേണ്ടി ഇറങ്ങുന്നത്. അവിടെയും NDAയുടെ സ്ഥാനാർത്ഥി ആയിട്ടില്ല. അതുകൊണ്ട് രണ്ടുപേരുടെ പ്രായം മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ. NK പ്രേമചന്ദ്രന് 63 വയസ്സെങ്കിൽ M മുകേഷിന്റെ പ്രായം 66. അപ്പോൾ കൂട്ടത്തിൽ മൂത്തത് M മുകേഷാണ്. NK പ്രേമചന്ദ്രന്റെ പ്രായം 63 ആണ്. ഇനി നമുക്ക് ആറ്റിങ്ങലിലേക്ക് വരാം. ആറ്റിങ്ങലിലെ യുവാവ് ആരായിരിക്കുമെന്ന ചോദ്യത്തിന് ഏറെക്കുറെ പ്രേക്ഷകർക്ക് ഊഹിക്കാം. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് സിറ്റിംഗ് MP, ഒപ്പം കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ, ഒപ്പം V ജോയ് MLA, 3 പേർ തമ്മിലുള്ള ഈ ശക്തമായ മത്സരത്തിൽ അടൂർ പ്രകാശിന്റെ പ്രായം 68 വയസ്സ്, V ജോയുടെ പ്രായം 58 വയസ്സ്, V മുരളീധരന്റെ പ്രായം 65. അതിൽ V ജോയ് തന്നെയാണ് കൂട്ടത്തിൽ ചെറുപ്പം എന്നുള്ളത് വ്യക്തമാണ്. മറ്റുള്ളവർ 2 പേർക്കും 65 അല്ലെങ്കിൽ അതിന് മുകളിലാണ് പ്രായം നിൽക്കുന്നത്. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. ശശി തരൂർ വീണ്ടും ഒരു വിജയപ്രതീക്ഷയോടെ ഇറങ്ങുന്ന മണ്ഡലമാണ്. സിറ്റിംഗ് MP ശശി തരൂരിന് എത്രയാണ് പ്രായം? പന്നിൻ രവീന്ദ്രൻ CPIക്ക് വേണ്ടി ഇറങ്ങുന്ന മുതിർന്ന നേതാവ്, ഒപ്പം രാജീവ് ചന്ദ്രശേഖർ, ഈ 3 പേരും അണിനിരക്കുമ്പോൾ അതിൽ ശശി തരൂരിന്റെ പ്രായം 67 വയസ്സ്. പന്നിൻ രവീന്ദ്രൻ CPI നേതാവ്, അദ്ദേഹത്തിന് 78 വയസ്സായി. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രായം 59 വയസ്സ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുപ്പം എന്ന് പറയുന്നത് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അദ്ദേഹത്തിന് 59 വയസ്സാണ് പ്രായം. അപ്പോൾ ഇതാണ് പ്രായം വെച്ചുള്ള കണക്ക്. കൂട്ടത്തിൽ അപ്പോൾ ഏറ്റവും ചെറുപ്പം, ഇതുവരെ വന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ചെറുപ്പം മാവേലിക്കരയിലെ CA അരുൺകുമാറാണ്. അപ്പോൾ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണ്ടേ എന്ന് പ്രേക്ഷകർ ചോദിക്കും. ഉണ്ടാകുമായിരിക്കും എന്ന പ്രതീക്ഷയോടെ നമ്മൾ അടുത്ത കണക്കിലേക്ക് പോവുകയാണ്. സിറ്റിംഗ് സീറ്റുകൾ അടക്കി പിടിച്ചുവെച്ചും പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കാതെയും മുതിർന്ന MPമാരുടെ എണ്ണം കൂടുകയാണ്. പരിചയസമ്പന്നരുടെ നിര എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഭംഗിവാക്ക് പറയുമെങ്കിലും അതാണോ വേണ്ടത്? പാർലമെന്റിൽ യുവാക്കളുടെ പ്രാതിനിധ്യം കുറയുന്നുവെന്ന് മാത്രമല്ല, കഴിഞ്ഞ 20 വർഷത്തിനിടെ MPമാരുടെ ശരാശരി പ്രായവും ഉയർന്നിട്ടുണ്ട്. ആ കണക്ക് കൂടി നമുക്കൊന്ന് നോക്കാം. ഓരോ വർഷവും ശരാശരി പ്രായം എത്രയാണ്? 99 മുതലുള്ള കണക്കാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ കണക്കൊന്ന് നോക്കൂ. 1999 MPമാരുടെ ഒരു ശരാശരി പ്രായം കണക്കാക്കിയാൽ അത് 52 വയസ്സാണ്. നോക്കൂ, 2004 ആകുമ്പോൾ 2004 MPമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ 51 വയസ്സ് ശരാശരി, 2009 ആകുമ്പോൾ 54, 2014 ആകുമ്പോൾ 59, 2019 ആകുമ്പോൾ 55 വയസ്സ്. കേരളത്തിലെ അടക്കം നമ്മൾ കണക്ക് കണ്ടതാണ് ഇപ്പോൾ വിശദമായി. ഇനി ലോക്സഭാ MPമാർ, അവരുടെ വർഷം, പാർട്ടി, ശരാശരി പ്രായം അത് വെച്ച് നമുക്കൊന്ന് നോക്കാം. ഓരോ പാർട്ടിയും എത്ര വീതമാണ് പ്രായം ശരാശരിയായി കണക്കാക്കിയതെന്ന് നോക്കിയാൽ 99-ൽ BJP സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ BJPയുടെ MPമാരുടെ ശരാശരി പ്രായം 49 വയസ്സാണ്. കോൺഗ്രസിൻ്റേത് അപ്പോൾ 54 വയസ്സാണ്. 2004-ൽ BJPയുടേത് 51 വയസ്സ്, കോൺഗ്രസിൻ്റേത് 56. 2009-ൽ BJPയുടേത് 54, കോൺഗ്രസിൻ്റേത് 55. 2014-ൽ BJPയുടേത് 60, കോൺഗ്രസിൻ്റേത് 64. 2019-ൽ BJPയുടേത് 55, കോൺഗ്രസിൻ്റേത് 57. അപ്പോൾ കൂട്ടത്തിൽ പ്രായം കൂടിയ അല്ലെങ്കിൽ ശരാശരി പ്രായം ഉയർന്നു നിൽക്കുന്നത് BJPയുടെ സ്ഥാനാർത്ഥികൾക്കാണ് എന്നുള്ളത്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കാണ് എന്നുള്ളത് നമുക്ക് ഈ കണക്ക് കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി 25-ൽ നിന്ന് 18 ആക്കണമെന്ന് പാർലമെന്ററി സമിതി 7 മാസം മുൻപ് ശുപാർശ ചെയ്തിരുന്നു. പിന്നീട് കാര്യമായ പുരോഗതിയൊന്നും കണ്ടില്ല. രാജ്യസഭാ അംഗങ്ങളുടെ ശരാശരി പ്രായം കൂടി പറയാം, അത് 63 ആണ്. ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയുടെ ശരാശരി പ്രായം 46 വയസ്സായിരുന്നു. അതിപ്പോൾ 55ആയി നിൽക്കുകയാണ്. ഇത്രയുമൊക്കെ പറഞ്ഞത് രാഷ്ട്രീയത്തിലും തലമുറ മാറ്റം വേണം എന്ന് പറഞ്ഞു വെക്കാനാണ്. രാജ്യനന്മയ്ക്കായി രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു യുവ തലമുറയാണ് കടന്നു വരേണ്ടത്. ഭരണത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ചെറുപ്പം നിറയണം. പാർലമെന്റ് പുതിയ കാഴ്ചപ്പാടുകളുള്ള യുവജനങ്ങളുടെ ഇടമാകട്ടെ എന്നുള്ളതാണ് ഈ കണക്ക് കാണുമ്പോൾ നമുക്കും പറയാനുള്ളത്. തിരികെ